പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 8 ആയ വർക്കിംഗ് വിത്ത് ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ഫ്രാക്ഷൻ? ഇപ്പോൾ ഒരു സർക്കിൾ എടുത്തിട്ട് ഈ സർക്കിളിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിലൊരു പാർട്ടിനെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഈ ഒരു പാർട്ട് എന്താണെന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ സർക്കിളിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതെവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. ഷെയ്ഡ് ചെയ്ത പോർഷൻ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാക്ഷൻ എന്ത് വരും? 1/4 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 1 ഈസ് ദ ന്യൂമറേറ്റർ ആൻഡ് 4 ഈസ് ദി ഡിനോമിനേറ്റർ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആരോൺ വാക്സ് 3 കിലോമീറ്റേഴ്സ് ഇൻ 1 hour. ഹൗ ഫാർ ക്യാൻ ഹി വാക്ക് ഇൻ 5 hours? അപ്പോൾ ആരോണിന് 1 മണിക്കൂറിൽ 3 കിലോമീറ്റേഴ്സ് നടക്കുന്നു. അപ്പോൾ 5 മണിക്കൂറിൽ അവന് എത്ര ദൂരം നടക്കാനായിട്ട് കഴിയും? 1 മണിക്കൂറിൽ 3 കിലോമീറ്ററുകൾ നടക്കുന്നു എങ്കിൽ 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം അവന് നടക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ അറിയാം. എന്ത് ചെയ്താൽ മതി? 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 hour എന്ന് പറയുന്നത് 3 കിലോമീറ്റേഴ്സ് ആണ്. ദെയർഫോർ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 5 hours എന്തായിരിക്കും? 5 × 3 കിലോമീറ്റർ. 5 × 3 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 hourൽ ആദ്യത്തെ 1 മണിക്കൂറിൽ 3 കിലോമീറ്റർ നടന്നു, രണ്ടാമത്തെ മണിക്കൂറിലും 3 കിലോമീറ്റർ നടന്നു, മൂന്നാമത്തെ മണിക്കൂറിലും 3 നടന്നു, നാലാമത്തെ മണിക്കൂറിലും 3 നടന്നു, അഞ്ചാമത്തെ മണിക്കൂറിലും 3 നടന്നു. അതായത് 3യെ 5 ടൈംസ് ആഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? 5 × 3 എന്ന് പറയുന്നത്. ഈ 3നെ 5 പ്രാവശ്യം ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 5ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 hours ആരോണിന് എത്ര ദൂരം നടക്കാൻ കഴിയും? 15 കിലോമീറ്റേഴ്സ് നടക്കാനായിട്ട് കഴിയും. എനിക്ക് ആരോൺസ് പെറ്റ് ടോട്ടോയിസ് വാക്സ് അറ്റ് എ മച്ച് സ്ലോവർ പേസ്. ഇറ്റ് ക്യാൻ വാക്ക് ഓൺലി 1/4 കിലോമീറ്റർ ഇൻ 1 hour. അപ്പോൾ ആരോണിൻ്റെ പെറ്റായ ടോട്ടോയിസിന് കുറച്ച് പതുക്കെ നടക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ടോട്ടോയിസ് നടന്നത് 1 മണിക്കൂറിൽ എത്രയാണ്? 1/4 കിലോമീറ്റർ ആണ്. ഹൗ ഫാർ ക്യാൻ ഇറ്റ് വാക്ക് ഇൻ 3 hours? അപ്പോൾ 3 മണിക്കൂറിൽ ഇതിന് എത്ര ദൂരം നടക്കാനായിട്ട് കഴിയും? അപ്പോൾ മുകളിൽ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? 5ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കണമെങ്കിലോ എന്ത് ചെയ്താൽ മതി? 3ഉം 1/4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഹിയർ ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ആൻ അവർ ഈസ് എ fraction. This does not matter. The total distance covered is calculated in the same way as multiplication. അപ്പോൾ ഇവിടെ നമ്മളോട് കവർ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 1 മണിക്കൂറിൽ അത് ഫ്രാക്ഷനിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം മുകളിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ഇവിടെ ഫ്രാക്ഷനിലാണെന്നും പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെയും എന്ത് തന്നെ ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 hour എത്രയാണ്? 1/4 കിലോമീറ്റർ ആണ്. ദെയർഫോർ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 3 hours കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 × 1/4 ചെയ്താൽ മതി. അതായത് ആദ്യത്തെ 1 hourൽ 1/4 നടന്നു, രണ്ടാമത്തെ അവറിലും 1/4 നടന്നു, മൂന്നാമത്തെ അവറിലും 1/4 നടന്നു. അതായത് 1/4 3 ടൈംസ് ആഡ് ചെയ്യുന്നതിന് തുല്യമാണ് 3 × 1/4 എന്ന് പറയുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 4 അതുപോലെ എഴുതി. 1 2 3 കണ്ടോ? 3/4 മനസ്സിലായല്ലോ. ഇതൊക്കെ ദ ടോട്ടോയിസ് ക്യാൻ വാക്ക് 3/4 കിലോമീറ്റർ ഇൻ 3 hours. ഇനി ലെറ്റ് us consider a case where the time spent walking is a fraction of an hour. അപ്പോൾ അത് ഇങ്ങനെയാണെന്നൊന്ന് നോക്കാം. We saw that Aaron can walk 3 kilometers in 1 hour. അപ്പോൾ നമ്മൾ കണ്ടു ആരോണിന് 1 hourൽ 3 കിലോമീറ്റേഴ്സ് നടക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ടൈം നമ്മൾ ഫ്രാക്ഷനിൽ എടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 1 hourൽ 3 കിലോമീറ്റേഴ്സ് നടക്കുന്നു. ഹൗ ഫാർ ക്യാൻ ഹി വാക്ക് ഇൻ 1/5 hours? 1/5 hours അവന് എത്ര ദൂരം നടക്കാനായിട്ട് കഴിയും? അപ്പോൾ നോക്കിയേ, നമുക്ക് എങ്ങനെയത് കണ്ടുപിടിക്കാം? 1 hourൽ
എത്രയാണ് നടന്നത്? 3 കിലോമീറ്ററാണ് നടന്നത്. അപ്പോൾ 1/5 അവേഴ്സിൽ എത്ര ദൂരം നടന്നു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1/5 അവർ എന്ന് പറയുന്നത് 1 അവറിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കിലോമീറ്റർ നടന്നു എന്ന് കണ്ടുപിടിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? ഈ കിലോമീറ്ററിനെയും 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/5 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതല്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ? 3 × 1/5 ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതാ ഇവിടെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ, ഡിസ്റ്റൻസ് ഇൻ 1 അവർ അതെത്രയാണ്? 3 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ 1/5 അതായത് 1 അവറിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ 1/5 അവറിലതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1/5 അവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1/5 × 3 കിലോമീറ്റർ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 അവർ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ്. ഇൻ 1/5 അവേഴ്സ് ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഈക്വൽ ടു ദി ലെങ്ത് വി ഗെറ്റ് ബൈ ഡിവൈഡിങ് 3 കിലോമീറ്റർ ഇൻറ്റു 5 ഈക്വൽ പാർട്സ് വിച്ച് ഈസ് 3/5 കിലോമീറ്റർ. ഇത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം 1 അവറിൽ 3 കിലോമീറ്റർ ആണെങ്കിൽ 1/5 അവറിലെ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആ 1/5 അവറിലെ ഡിസ്റ്റൻസ് കവേർഡ് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞേ? ഈക്വൽ ടു ദി ലെങ്ത് വി ഗെറ്റ് ബൈ ഡിവൈഡിങ് 3 കിലോമീറ്റർ ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. അതായത് ഈ 3 കിലോമീറ്ററിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. അതാണ് എന്ത്? 3/5 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഹൗ ഫാർ ക്യാൻ ആരോൺ വാക്സ് ഇൻ 2/5 അവേഴ്സ്? അപ്പോൾ ആരോണിന് 2/5 അവേഴ്സിൽ എത്ര ദൂരം നടക്കാനായിട്ട് കഴിയും? അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3 × 2/5 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6/5 എന്ന് കിട്ടും. 3 × 2 6/5 എന്ന് കിട്ടും. ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുന്നത് 2/5 × 3 ആണ്. അപ്പോൾ അപ്പം ഈ 1 അവറിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ 2 പാർട്ടുകൾ എടുക്കുന്നതാണ് എന്ത്? 2/5 അവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വി ക്യാൻ ഫസ്റ്റ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1/5 അവേഴ്സ്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 1/5 അവേഴ്സിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതെത്രയായിരുന്നു? മുകളിൽ നമ്മൾ ചെയ്തു. 1 അവറിൽ 3 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ 1/5 അവറിൽ എന്തായിരുന്നു? 3/5 കിലോമീറ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ 1/5 കണ്ടുപിടിച്ച് എത്രയാണ്? 3/5. സിൻസ് ദ ഡ്യൂറേഷൻ 2/5 ഈസ് ട്വൈസ് 1/5 അല്ലേ? 2/5 എന്ന് പറയുന്നത് എന്താണ്? 2 × 1/5 അതായത് ട്വൈസ് 1/5. അതായത് 1/5ൻ്റെ ഡബിളാണ് 2/5 എന്ന് പറയുന്നത്. അപ്പോൾ വി മൾട്ടിപ്ലൈ ദിസ് ഡിസ്റ്റൻസ് ബൈ 2 ടു ഗെറ്റ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. അപ്പോൾ ഈ 2/5 എന്ന് പറയുന്നത് എന്താ? 1/5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 2/5ൻ്റെ കണ്ടുപിടിക്കാൻ 2 × 1/5 അവർ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കിലോമീറ്ററിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മനസ്സിലായല്ലോ? 2/5 ഡ്യൂറേഷനിലത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ദിസ് ഡിസ്റ്റൻസ് ബൈ 2 ടു ഗെറ്റ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1/5 ഇത് നമ്മളിപ്പോൾ ചെയ്തത് തന്നെയാണ് കേട്ടോ. നമുക്ക് 3/5 എന്ന് കിട്ടി. ഡിസ്റ്റൻസിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 3/5 ദാറ്റ് ഈസ് 6/5 കിലോമീറ്റർ. മനസ്സിലായല്ലോ? അതുതന്നെയാണ് നിങ്ങളെ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചതും. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ എത്ര കൊണ്ട് ചെയ്യുന്നു അത് തന്നെ നമ്മൾ ഇപ്പുറത്തും ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. ഫ്രം ദിസ് വി ക്യാൻ സീ ദാറ്റ് 2/5 × 3 ഈസ് ഈക്വൽ ടു 6/5. ഇവിടെ എന്തായിരുന്നു? 2 × 3/5. ഇതിനെ നമ്മളൊന്ന് പ്ലേസ് ചേഞ്ച് ചെയ്ത് എഴുതിയല്ലേ? ഈ 5നെ ആർക്ക് കൊടുത്തു? 2വിന് കൊടുത്തു. അപ്പോൾ ഇതെന്തായി? 2/5 × 3 എന്നായി. അപ്പോൾ ഈ 2/5 × 3യിലെ 2/5നെ നമ്മൾ എന്ത് വിളിക്കും? മൾട്ടിപ്ലയർ എന്ന് വിളിക്കും.
3യെ നമ്മൾ എന്ത് വിളിക്കും? മൾട്ടിപ്ലിക്കൻ്റ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ, വി ഡിവൈഡ് ദ മൾട്ടിപ്ലിക്കൻ്റ് 3. അതായത് ഈ 3 ആയ മൾട്ടിപ്ലിക്കൻറ്റിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ബൈ ദ ഡിനോമിനേറ്റർ ഓഫ് ദി മൾട്ടിപ്ലയർ 5. അതായത് ഈ മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്ററായ 5 കൊണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ മൾട്ടിപ്ലിക്കൻറ്റിനെ നമ്മൾ മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്ററായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 3/5 കിട്ടും. അപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കൻ്റ് 3 ആണ്, അതിനെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3/5 എന്ന് കിട്ടി. ഇനി നോക്കിയേ, വി ദെൻ മൾട്ടിപ്ലൈഡ് ദ റിസൾട്ട് ബൈ ദി ന്യൂമറേറ്റർ ഓഫ് ദി മൾട്ടിപ്ലയർ. അപ്പം മൾട്ടിപ്ലയറിൻ്റെ ന്യൂമറേറ്റർ എന്താണ്? ഇതാണ്. 2/5 ആണ് മൾട്ടിപ്ലയർ. അതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഈ റിസൾട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/5 × 2. അപ്പോൾ 3 × 2 6/5 എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. അതെങ്ങനെയാണ് എന്ന് അവരിവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷനൊന്നും വേണ്ട. ഇത് ഒത്തിരി കേൾക്കുമ്പോൾ ഇതെന്താണെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഇതൊരു ഹോൾ നമ്പറും ഇത് ഫ്രാക്ഷനുമാണ്. അപ്പോൾ ഹോൾ നമ്പറും ഫ്രാക്ഷനും വന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഹോൾ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്റർ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ദാ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. 2/5 × 3യെ മൾട്ടിപ്ലിക്കൻറ്റിനെ മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 3/5. ആ കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലയറിൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ഇതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. എ ഫാർമർ ഹാഡ് 5 ഗ്രാൻഡ് ചിൽഡ്രൻ. She distributed 2/3 acre of land to each of her grandchildren. How much land in all did she give to her grandchildren? അപ്പോൾ ഒരു ഫാർമറിന് 5 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. ഓരോരുത്തർക്കും 2/3 acres ഓഫ് ലാൻഡ് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഓരോരുത്തർക്കും അപ്പോൾ എത്ര ലാൻഡാണ് അവളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ അവൾ കൊടുത്തതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹൗ മച്ച് ലാൻഡ് ഇൻ ഓൾ, അല്ലേ? മൊത്തം ലാൻഡ് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും 2/3 ഏക്കറാണ് കൊടുത്തത്. എത്ര ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടായിരുന്നു? 5. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5 × 2/3 ചെയ്ത ആൻസർ കിട്ടും. അതായത് ആദ്യത്തെ ആൾക്ക് 2/3 കൊടുത്തു, രണ്ടാമത്തെ ആൾക്ക് 2/3 കൊടുത്തു, മൂന്നാമത്തെ ആൾക്ക് 2/3 കൊടുത്തു. അങ്ങനെ 5 പേർക്കും എന്ത് ചെയ്തു? 2/3 വീതം കൊടുത്തു. ഇത് ആഡ് ചെയ്ത് എഴുതുന്നതിന് തുല്യമാണ് 5 × 2/3 ചെയ്യുന്നത്. അതെന്ത് വരും? ഹോൾ നമ്പർ ഇൻറ്റു ന്യൂമറേറ്റർ, ദാറ്റ് ഈസ് 10. ഡിനോമിനേറ്റർ അതുപോലെ എഴുതുന്നു. അപ്പോൾ 10/3. ഇനി അടുത്ത എക്സാമ്പിൾ. 1 hour ഓഫ് ഇൻ്റർനെറ്റ് ടൈം കോസ്റ്റ് ₹8. ഹൗ മച്ച് വിൽ 1/4 hours ഓഫ് ഇൻ്റർനെറ്റ് ടൈം കോസ്റ്റ്? അപ്പോൾ 1 മണിക്കൂറിലെ ഇൻ്റർനെറ്റ് ടൈമിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ₹8 ആണ്. അപ്പോൾ 1 ഹവറിൻ്റെത് ₹8 ആണ്. ഹൗ മച്ച് വിൽ 1/4 hours ഓഫ് ഇൻ്റർനെറ്റ് ടൈം കോസ്റ്റ്? അതായത് 1/4 ഹവേഴ്സിലെ ഇൻ്റർനെറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ 1/4 എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ എന്താക്കും? ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് വരും? 4 × 1 4, 4 + 1 5, 5/4 എന്ന് വരും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നുകൂടെ ഞാൻ പറയാം. 4 × 1 എന്നിട്ട് അതിൻ്റെ കൂടെ ന്യൂമറേറ്റർ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് 5/4 കിട്ടിയത്. ഓക്കെ, മിക്സ്ഡ് ഫ്രാക്ഷനിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇനി എന്താ? കോസ്റ്റ് ഓഫ് 5/4 അവർ ഓഫ് ഇൻ്റർനെറ്റ് ടൈമാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 1 ഹവറിന് 8 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 5/4 അവറിൻ്റെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 8 × 5/4 ചെയ്താൽ മതി, അല്ലേ? 5/4 × 8 ചെയ്യുന്നു. അപ്പോൾ മുകളിൽ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ മൾട്ടിപ്ലിക്കൻറ്റിനെ മൾട്ടിപ്ലയറിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 8/4. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ റിസൾട്ടിനെ നമ്മൾ മൾട്ടിപ്ലയറിൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി? 5 × 8/4
4. 8/4 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ 5 × 2 10 എന്ന് നമുക്ക് കിട്ടും. 1/4 അവറിലെ ഇൻ്റർനെറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ₹10 ആണ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയും പോർഷൻ മതി. ഇനി നമുക്കിതിൻ്റെ ഫിഗർ ഇറ്റ് ഔട്ടാണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.